മാഷിന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. എനിക്കിടാൻ ഒരൊറ്റ ഡ്രസ്സ് പോലും ഇല്ലാത്തതുകൊണ്ടല്ലേ. പിന്നെ ഇതൊക്കെ എന്താടി ഇവിടെ? ട്രോളിക്കൊണ്ട് റൂമിലേക്ക് കയറി അരുൺ രണ്ടിൻ്റെ ശബ്ദം കേട്ട് ചോദിക്കേ ചുമരിൽ ചാരി നിന്ന ജുബി റാഷിയെ നോക്കി പുച്ഛിച്ചു. എല്ലാവരും കൂടെ ട്രിപ്പ് പോകല്ലേ, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് പിഷ്ക് കാണിക്കുക ഈ റാഷിക്ക. എന്താടാ? അരുൺ കൈമലർത്തി റാഷിയെ നോക്കി കണ്ണുകാട്ടി. റാഷി പല്ല് കടിച്ച് അടുത്തുള്ളതിനെ നോക്കി. ഇവളൊക്കെ ഡ്രസ്സ് കൊണ്ട് അലമാര തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പോരാത്തതിലുള്ള സകല ആപ്പിന്നും ഡ്രസ്സ് വാങ്ങി കൂട്ടുന്നുണ്ട്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അതിനെന്താ, അതൊക്കെ എൻ്റെ പൈസക്കല്ലേ, ആരുടെയായാലും പൈസ അല്ലേ. ഇപ്പം അങ്ങനെയായോ? ജുബി, നീ അവൻ പറയുന്നത് നോക്കണ്ട, ഇറങ്ങിക്കേ. ജുബിയുടെ പെട്ടി വാങ്ങിക്കൊണ്ട് അരുൺ പറയെ ജുബി റാഷിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. നിനക്കിത് എന്തിൻ്റെ കേടാ റാഷി, അവൾ കുഞ്ഞല്ലേ. അതും പറഞ്ഞിട്ട് കൈമലർത്തി കഷ്ടമെന്ന് കാണിച്ചുകൊണ്ട് അരുൺ ഇറങ്ങിപ്പോയതും റാഷി നെഞ്ചത്ത് കൈവച്ച് പോയി. എല്ലാവരുടെയും കൂടെ ട്രിപ്പിന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ജുബിയെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ കുറച്ച് മാസങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ജുബിയാകെ പേടിച്ചു തുടങ്ങി. ഒന്നാമത് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ട് കുറേ അമ്മച്ചിമാരുടെ വർത്തമാനം കേട്ട് റിലേ പോയി നിൽക്കുന്ന സമയത്താണ് പോയ ഹോസ്പിറ്റലിൽ ചേച്ചിക്ക് ബ്ലീഡിങ് നിൽക്കാതെ ജുബിയുടെ മുന്നിലൂടെ ഇത് ഉദ്ദിക്കൊണ്ടുപോയത്. പിന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ ജുബി കൊച്ചു കുട്ടികളെ പോലെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ എല്ലാവരും കൂടെ ജുബിക്ക് ക്ലാസ് എടുത്ത് കൊടുത്ത് അവളെ കരയിപ്പിച്ചപ്പം സ്നേഹം കൂടി റാഷി പറഞ്ഞതാണ്, സാരല്ലടാ അവൾ കുഞ്ഞല്ലേ എന്ന്. അതിപ്പോൾ ഇങ്ങനെ വന്ന് കുത്തുമെന്ന് അവൻ കരുതി കാണില്ല. അങ്ങനെ ഒരുവിധം 4 കാറിലായി ഒരു സംശയം വരാത്ത വിധത്തിൽ എല്ലാവരും ഒരുങ്ങിയിറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ജുബി ഉറങ്ങിത്തുടങ്ങി. ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ചയാണ്. ലച്ചുവിനും ജുബിക്ക് 2 ദിവസത്തിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ അടുത്തേക്ക് കയറ്റിയതും അരുൺ വേഗം കാറിലിട്ട് DJ ഓഫ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് അയച്ചു മാറ്റി. പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു റാഷിയുടെ തോളെ ചാരിക്കിടക്കുന്നവൾ. പാവം, റാഷിയുടെ മുഖത്ത് ടെൻഷൻ കണ്ടപ്പോൾ തന്നെ അരുണിന് വല്ലാതെയായി. അടുത്ത് തന്നെ ആർദ്രവനെ പിടിച്ചു നിൽക്കുന്ന അഞ്ജു അരുണിനെ നോക്കി കണ്ണടിച്ച് കാട്ടി. അവനെ അരുണിൻ്റെ കയ്യിൽ കൊടുത്ത് ഇറങ്ങി. അവൾ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായ പ്രശ്നമില്ലേ അഞ്ജു? റാഷി ടെൻഷനോടെ ചോദിച്ചപ്പോൾ അഞ്ജു നോക്കിയത് ഫുൾ ട്രിപ്പ് ഒരുക്കത്തിൽ ഉറങ്ങാവുന്നതാണ്. ട്രിപ്പ് പോലും അല്ലെങ്കിൽ 9 മാസം തികഞ്ഞു നിൽക്കുന്ന അവളെയും കൊണ്ട് ട്രിപ്പ് പോകാൻ എല്ലാവരും ഒരുങ്ങി നിൽപ്പല്ലേ. ഇതൊക്കെ ശരിയാകാവുന്നതേയുള്ളൂ. അഞ്ജു ഉറപ്പ് കൊടുക്കെ റാഷി അവളെ അല്പം ആശ്വാസത്തോടെ നോക്കി. ലക്ഷ്മി, ജുബീന, 2 നേഴ്സ് എന്ന് പേര് വിളിക്കെ പുറത്തുനിന്ന് എല്ലാവരും എണീറ്റ് അങ്ങോട്ട് ചെന്നു. ആൺകുഞ്ഞാണ്, ആൺകുട്ടിയാണ്. ഒരേ നിമിഷം അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും അറിയാതെ ചിരിച്ചുപോയി. ഹോസ്പിറ്റലിലെത്തിയെന്ന് അറിഞ്ഞപ്പോൾ ജുബി ആകെ കരഞ്ഞിട്ട് ബഹളം വെച്ചെങ്കിലും പെട്ടെന്ന് വേദന വന്നിട്ട് വിക്കിയുടെ കൈ പിടിച്ച് ലച്ചു ജുബിയും കൊണ്ട് അകത്തേക്ക് പോയപ്പോൾ ആ ഒരു റിലേ ഇല്ലാതെ പോയതേ ഓർമ്മയുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലച്ചുവിനേക്കാൾ വികാസനം ജുബിക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഇരുവരും സുഖമായിരിക്കുന്നെന്ന് കൂടെ കേട്ടു. റാഷിയും വിക്കിയും ആ സമയം ഈ ലോകത്തൊന്നും അല്ലായിരുന്നു. കുഞ്ഞിനെ കയ്യിൽ കെട്ടിയ നിമിഷം റാഷിയൊക്കെ വിയർത്തുപോയി. വിക്കിയുടെ മുഴുവൻ ഫാമിലി അപ്പോഴേക്കും സ്ഥലത്തെത്തി. എല്ലാവരും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. 1 വർഷത്തിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു താഴെ എല്ലാവരും റെഡിയായി നിൽക്കുന്നത്. അരുണേട്ട പെട്ടെന്ന് ഇറങ്ങിക്കേ, ഇത് എല്ലാവരും വന്നിട്ടുണ്ട്. അന്ന് ജുബിയുടെ ആഗ്രഹപ്രകാരം പോകാൻ കഴിയാതെ പോയ ട്രിപ്പ് പോവുകയാണ് എല്ലാവരും. ആർദ്രനുള്ള ഡ്രസ്സ് കൊണ്ട് ഇറങ്ങിയ അഞ്ജു കാണുന്നത് ലച്ചുവിൻ്റെ ജുബിയുടെയും കുറുമ്പന്മാരുടെ ഇരുന്ന് കളിക്കുന്നവനെയാണ്. ആദ്യമൊക്കെ അവർ അവരെ അടുപ്പിക്കില്ലായിരുന്നു, എന്തിനും ദേഷ്യം. പിന്നെ അവന് മനസ്സിലായി അവർ രണ്ടുപേരുമാണ് അവനിലുള്ള ഒറ്റ കൂട്ടുകാരെന്ന്. ഇപ്പോൾ പരസ്പരം 2 ദിവസം കണ്ടില്ലെങ്കിൽ വീട് ഇളക്കി മറിക്കും അവർ. ധ്രുവ, അമ്മയുടെ കണ്ണിനിങ്ങോട്ട് വന്നേ. അഞ്ജു ചെന്ന് വിളിച്ചപ്പോൾ തന്നെ ധ്രുവ കയ്യിലുള്ള കളിപ്പാട്ടിട്ടുകൊണ്ട് ഓടി വന്നു. നേരെ ചെന്ന് അഞ്ജുവിൻ്റെ കയ്യിലുള്ള കുപ്പായം വാങ്ങി തിരിച്ചോടി. അപ്പേക്ക് ലച്ചും വെക്കും താഴേക്കിറങ്ങി എത്തിയിട്ടുണ്ട്. അഞ്ജു അരുണും റെഡിയായി വന്നത് കണ്ടതും ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ജുബി, അരുൺ കാർ എടുക്കാൻ പോയതും അതിൻ്റെ പിന്നിൽ പോകാൻ നിന്നവളെ ലച്ചു വിളിച്ചു നിർത്തി. ഞാനത് മറന്നു, ലച്ചു കാർ എടുക്കുന്നുണ്ട്. അവർ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ്. ചെക്കന്മാരെല്ലാവരും ഒരുമിച്ച്, പെൺപിള്ളേരെല്ലാം ഒരുമിച്ചൊരു കാറിലും. പിന്നെയുള്ളത് നമ്മുടെ മക്കളാണ്. ഇനി എല്ലാവരും മക്കളെ പരിചയപ്പെടുത്തി തരാം, എന്നിട്ട് വാ ബാക്കി യാത്ര. അഞ്ജു, അരുൺ, ആർദ്ര, ഹാദി, ഇനു, അയാൻ, ഹാദിഷ്, റാഷി, ജുബി, ഹാഷിം, അർഷാദ്, വിക്കി, ലച്ചു, വിഷൻ, പൊടി, കിരൺ, ശിവിക, ശിവന്യ, ഇവരൊക്കെയാണ് നമ്മുടെ പിള്ളേഴ്സ്. അങ്ങനെ അവർ പോയത് നല്ല തണുപ്പുള്ള 1-2 സ്ഥലങ്ങളിലായിരുന്നു. അവിടെ നിന്നിട്ട് പിള്ളേർക്ക് തണുപ്പ് പിടിക്കേണ്ടെന്ന് കരുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. വലിയൊരു ചുരമിറങ്ങി താഴേക്ക് പോകുന്ന സമയത്താണ് ധ്രുവ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിണുങ്ങാൻ തുടങ്ങിയത്. കൂടെ തന്നെ ജുബി അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം ലച്ചു എന്താ എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കാർ സൈഡാക്കി. അങ്ങോട്ട് പോയപ്പോൾ പിള്ളേഴ്സ് എല്ലാം അച്ഛന്മാരുടെ കൂടെയായിരുന്നു. തിരിച്ചപ്പോഴാണ് അവർ അമ്മമാരുടെ കൂടെ കൂടിയത്. അതിൽ പൊടിയുടെ മക്കൾ മാത്രമാണ് അവരുടെ കാറിലുള്ളത്. അച്ഛൻ്റെ കൂടെ അല്ലാതെ അവരില്ലെന്ന അവസ്ഥയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊടി ഫ്രീ ആയിരുന്നു. എന്നാൽ ഫുഡ് കണ്ടതും ജുബി ഹാഷിമോനെ കൊണ്ട് പൊടിയുടെ അടുത്തേക്ക് ഓടി. ഞാനിതായി ഫ്രീ ആയിരുന്നു, ഇനി കുറച്ച് സമയം വെറുതെ നിൽക്കട്ടെ, നീ ഇവനൊന്ന് നോക്കിക്കേ, എന്തായാലും നീ ഫുൾ ഫ്രീ അല്ലേ. അതും പറഞ്ഞിട്ട് ഹാഷിയെ പൊടിക്ക് കൊടുത്ത് ജുബി കടയിലേക്ക് ഓടി. ലച്ച് കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ വിച്ചുമോൻ അവളെ കയ്യിൽ തൂങ്ങി.
എല്ലാവർക്കും ഓരോ ചായയും പിന്നെ വെറൈറ്റി കടികളും വാങ്ങി റോഡിനടുത്തുള്ള നെഞ്ചിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. പൊടി ആശയ്ക്കുള്ളത് ചൂട് മാറ്റി കൊടുക്കുകയാണ് ആശ അവൻ്റെ ഉമ്മാനെ തിരിയുന്നത്. എന്നെ നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. അവൻ്റെ നോട്ടം കണ്ട് തിരിഞ്ഞു നിന്ന ജുബിയെ പിടിച്ച് അവൻ വലിച്ചു തിരിപ്പിച്ചതും അവളുടെ പറച്ചു കേട്ട് അവൻ പല്ലും കാട്ടി ചിരിച്ച് ജുബിയുടെ മേലേക്ക് ചാടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് കുറച്ച് സമയം അവിടെ നിൽക്കാൻ, അനുസരണമില്ലാത്ത കൊച്ചി. എന്ത് ചെയ്യാനാ, അത് നിന്നെ പോലെയല്ല, വിവരമുണ്ട്. ജുബി അവളെ നോക്കി പേടിപ്പിച്ചതും പൊടി പുച്ഛിച്ച് കാട്ടി. തണുപ്പത്തെ ചായം കുടിച്ച് അടുത്തുള്ള ഒരാളെ അടുത്ത് ചെന്ന് ചോളം പൊള്ളിച്ചതും വാങ്ങിയതും അതും കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലൂടെ ഒരു കാറ് പോയത്. ഹായ്, അടിപൊളി ടേസ്റ്റ്. എനിക്കെന്താ, എൻ്റെ നല്ല ചൂടുണ്ട്. ദേ അച്ഛമ്മ ധ്രുവ കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലേ. കേട്ടതും അഞ്ച് ജുബിയുടെ മൂട് നോക്കിയൊരു ചവിട്ട് കൊടുത്തു. അഞ്ചു ആശയെ കൊണ്ട് പോയെങ്കിലും അത് മതിയായപ്പോൾ എന്നെ ആശി ജുബിയെ തിരിഞ്ഞിട്ട് പോയ സ്ഥലത്തേക്ക് തന്നെ എത്തി. ഇതാണ് അവളിനി എന്തൊക്കെ ചെയ്താലും ആ ചെറുക്കൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പോകുന്നതുണ്ടല്ലോ അവളടുത്തേക്ക്. ലച്ച് കളിയാക്കി പറഞ്ഞതും എല്ലാവരും ജുബിയുടെ മടിയിലേക്ക് വരുന്ന ആശയെ നോക്കി. ബാക്കി എല്ലാവർക്കും അച്ഛന്മാരാണ് പ്രിയമെങ്കിൽ ആശയ്ക്ക് എപ്പോഴും ജുബിയെ വേണം. കാരണം ആരും കാണാത്തൊരു തരം മദർസ്നേഹം അവന് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് എണീറ്റ് ഗ്രൂപ്പായി ഓരോ ഫോട്ടോസ് എടുത്ത് അതിൻ്റെ കുറവും ഭംഗിയും നോക്കി നിൽക്കുമ്പോൾ പിന്നിലൂടെ ഒരു കാറ് കൂടെ പോയത്. ആ കാറ് ഞാൻ എവിടെയോ, ദേ രാശിക്കാനെ പോലെ തന്നെയുള്ളൊരു മരവള്ളി അതിൽ. ദേവി, എൻ്റെ പിള്ളേരല്ല കയ്യും വീശിപ്പോയത്. പൊടി ചാടി ഇറങ്ങി. ലച്ച് അപ്പം തന്നെ അവർക്ക് ഫോൺ വിളിച്ചിട്ട് പിന്നിലേക്ക് വരാൻ പറഞ്ഞു. അമ്മയുടെ മുത്ത് മതിയൊക്കെ, നിൻ്റെ അച്ഛനെങ്ങാനും ഇത് കണ്ടാലേ ഇന്നെൻ്റെ കാര്യം കഴിഞ്ഞ തന്നെ. ഒരു കയ്യിൽ ലേസും പാക്കറ്റും ഒന്നിൽ സെവനപ്പും. അരുണിനോർത്ത് അഞ്ചത് പറഞ്ഞെങ്കിലും ധ്രുവ അത് കേട്ടതായി പോലും നിന്നില്ല. എന്നാൽ തിരിച്ചുള്ള അവരെ കാറ് കണ്ടതും എല്ലാതെ അവരുടെ ട്രോഫിയും കൊണ്ട് നിർത്തി ഡീസൻ്റായി. ഒരുമിച്ച് പോകാമെന്ന് അവർ പറഞ്ഞതാണ്. ഞങ്ങൾ താഴെ കാണുന്നു പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ഇറക്കം. അരുണിൻ്റെ കാറ് കണ്ടതും അഞ്ച് ധ്രുവയുടെ കയ്യിലുള്ളത് വാങ്ങി ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്നും അറിയാതെ നിന്നെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായ ധ്രുവ വലിയ വായിൽ അരറി വിളിക്കാൻ തുടങ്ങിയതോടെ മൂടി പിടിച്ച് വലിച്ച് അവളെ മുടി വീർപ്പി താഴേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വിച്ചും ആശയും കാരണം അറിയാൻ അവിടെ പ്രസൻ്റ് ആയിരുന്നു. ഹാഷി പറ്റി. അടുത്തേക്കെത്തിയ അരുണും ബാക്കിയുള്ളവരും അങ്ങോട്ടെത്തിയെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ധ്രുവക്കൊപ്പം ദേഷ്യം കാണിക്കുന്ന ആശയുടെ വായിൽ നിന്നും വന്നത് കേട്ട് എല്ലാവരും സ്റ്റെക്കായി. അത് വേണം. പിന്നെയുള്ളത് ചുണ്ട് ധ്രുവയും കൂടെ പറഞ്ഞു. ഇത്തവണ മനസ്സിലാകാതെ പോയവർക്ക് കൂടെ കാര്യം പിടികിട്ടി. പറ്റി കൊതുക് ദുവക്ക് ലച്ചുവിൻ്റെ വെച്ച് കൂടെ പറഞ്ഞതും എല്ലാവരും ജുബിയൊരു നോട്ടം. അതെൻ്റെ അല്ല, എനിക്കിതൊരു ബന്ധവുമില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ മുന്നിൽ അതും ഇതും വിളിക്കരുതെന്ന്. ഇപ്പം മനസ്സിലായോ? മൂന്നും കാക്കാപ്പൂച്ച പോലെ പറയുന്നത്. ഇതുങ്ങളല്ലെങ്കിലൊക്കെ ഒക്കെയാണ്. പറ്റി 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 തടി. പിന്നെ നിർത്താതെയുള്ള ധ്രുവയുടെ വിളി കേട്ട് കിളിപോയി നിന്ന് അഞ്ചു അരുണിൻ്റെ നൃത്തം കണ്ട് വേഗം ടേബിൾ ഇട്ടെടുത്ത് അവർക്ക് കൊടുത്തു. വേഗം ഒക്കത്ത് കയറി. പറ്റിപ്പോയി. എല്ലാവരുടെയും നോട്ടം കണ്ട് ജൂബി സങ്കടം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്നാൽ ഒട്ടും വിചാരിക്കാതെയാണ് അരുൺ പൊട്ടിച്ചിരിച്ചത്. അടുത്തന്നെ റാഷിയും ചിരിച്ചതും പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അത് ശരിയാ, ഇത് നിങ്ങളുടെ തന്നെയാ. നല്ലതൊന്നും പഠിക്കില്ല. ഇപ്പം തന്നെ കണ്ടില്ല അവൻ്റെ നോട്ടം. പെൺപിള്ളേരെ കണ്ടാൽ കണ്ണെടുക്കില്ല. കരച്ചിലൊക്കെ നിർത്തി കിരണിൻ്റെ കയ്യിലുള്ള പിള്ളേരെ ചെന്ന് കൊഞ്ചിക്കുന്നവനെ കണ്ട് രാശിക്കിട്ട് നല്ലോണം കുത്തിക്കൊണ്ട് അതും പറഞ്ഞിട്ട് ജുബി കാറിപ്പോയിരിക്കെ എല്ലാവരും അങ്ങ് വണ്ടിപ്പോയ അണ്ണാനെ പോലെ നിൽക്കുന്ന റാഷിക്ക് കിട്ടിയ സമാധാനത്തിൽ ഓരോ ചായ കൂടെ കുടിച്ച് യാത്ര തുടർന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഹണിമൂൺ പോയ അമൻ ഷിഫക്കും ഒപ്പം വീഡിയോ കോൾ വന്നിരുന്നു. അതുപോലെ കിച്ചുമായും വിളിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞതും എല്ലാവരും നേരെ മൈസൂർ പോയി. സൂ പോയി കുഞ്ഞുങ്ങൾക്ക് ഓരോന്നിനെയും കാണിച്ചു കൊടുത്ത് ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തു. രാത്രി റെസ്റ്റോറൻറ്റ് റൂം എടുത്തു. പിറ്റേന്ന് മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങി ബീച്ചിലും പാർക്കിലും എല്ലാം പോയി. മൂന്നാം ദിവസം ബീച്ച് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് റൂം എടുത്ത് ഉച്ചവരെ അവിടെ ആയിരുന്നു. ശേഷം വൈകിട്ട് അവിടെയുള്ള ഒരു വലിയ മാളിൽ പോയി പിള്ളേരെ പാർക്കിലൊക്കെ കയറ്റി അവരെ ഹാപ്പിയാക്കി. എല്ലാവരും ഒരുമിച്ചുള്ള 3 ദിവസം അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതുപോലെ അത്രയ്ക്കും അവർ എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിനൊപ്പം ഇനി എന്തെങ്ങനെയുള്ളതെന്നുള്ള ചിന്തയിലെല്ലാം വിഷമവും ഉണ്ടായിരുന്നു. രാത്രി 8 മണിയെ റൂമിലെത്തിയപ്പോൾ വന്ന പാടെ അഞ്ചു ധ്രുവയെ മേൽ കഴുകിയിറക്കി. അപ്പോഴേക്കും അരുൺ ഫ്രഷായി വന്നിരുന്നു. ശേഷം അഞ്ചു പോയി ഫ്രഷായി റൂമിലേക്ക് വന്നപ്പോൾ കണ്ടത് അവിടെ ഫോൺ നോക്കിയിരിക്കുന്ന അരുണിനെയാണ്. കിടക്കേണ്ട അരുണേട്ടാ, ക്ഷീണല്ലേ? അല്പം നനഞ്ഞ മുടി നിന്ന് കുടഞ്ഞുകൊണ്ട് അടുത്ത് ചെന്നിരുന്നുകൊണ്ട് അഞ്ചു ചോദിക്കേ കണ്ട് 3 ദിവസം എടുത്ത് ഓരോ ഫോട്ടോസ് മാറ്റി മാറ്റി നോക്കുന്നത്. പിന്നെ കുറച്ച് സമയം അത് നോക്കി അങ്ങനെ അരുണിൻ്റെ തോളിൽ തലചാരി കിടന്നു. അമ്മമ്മയുടെ പൊന്നുമക്കൾ ഇങ്ങോട്ട് വന്നേ. അഞ്ജുവിൻ്റെ വീട്ടിൽ മുറ്റത്തെ മാവിൻ ചൂട്ടിൽ കളിച്ചുകൊണ്ട് നിന്ന 4 വയസ്സുകാരൻ ധ്രുവയും ബാക്കിയുള്ള എല്ലാവരും ആ വിളി കേട്ട് ഓടിച്ചെന്നു. അഞ്ജുവിൻ്റെ മോളെ 1-ാം പിറന്നാൾ കേൾക്കാൻ കൂടിയതാണ് എല്ലാവരും. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഉണ്ട്. ആൻവി മോളെ പിറന്നാളാഘോഷം നല്ല ഗംഭീരമാക്കി തന്നെ കഴിച്ചിരുന്നു. ധ്രുവ അവൻ്റെ കുഞ്ഞിപ്പെങ്ങളെ നോക്കി നടക്കുമ്പോൾ അവിടെ അരുൺ അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി നടക്കുമായിരുന്നു. രാവിലെ ഒരു നോക്ക് കണ്ടതാണ് അവളെ, പിന്നെ കണ്ടതുപോലുമില്ല. ഇവളിത് എവിടെ പോയി? വീട് നിറയെ ആളുകളുള്ളത് കൊണ്ട് തന്നെ ആർക്കും സംശയം തരാത്ത പോലെ അരുൺ അവിടെ ഇവിടെ നോക്കി നടക്കുമ്പോൾ ഒരു റൂമിൽ നിന്ന് ആരുടെയൊക്കെ ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ ജുബിയും പ്രാവശ്യം കണ്ടുപിടിച്ച അടിയിലാണ്. അത് നോക്കി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ 2 അടിമാറി റൊമാൻസ് തുടങ്ങിയിട്ടുണ്ട്.
ഹോ, ഒന്ന് മാറും എത്രയും പെട്ടെന്ന്. അരുണും ചിന്തിക്കാതെ നിന്നില്ല. ചിരിയോടെ അവിടുന്ന് തിരിഞ്ഞതും പിന്നിൽ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന അഞ്ജുവിനെ കണ്ട് അരുൺ നെഞ്ചിൽ കൈവച്ചു പോയി. അടുത്ത നിമിഷം തന്നെ അരുൺ അവളെ കയ്യിൽ പിടിച്ച് അടുത്തുള്ള അവരുടെ മുറിയിലേക്ക് കയറ്റി വാതിലടച്ചിരുന്നു. തുടരും ബാക്കി നാളെ. ബൈ ബൈ.